2018 ജൂണിൽ നടന്നിട്ടുള്ള നെറ്റ് എക്സാമിൻ്റെ കൊമേഴ്സിൽ നിന്ന് ഇൻകം ടാക്സ് പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നേ ഓൾറെഡി നമ്മൾ 3 വീഡിയോകളായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലോക്ക് ഓഫ് അസറ്റ് എന്നാൽ എന്താണ്? Under Income Tax Act 1961, first question, Income Tax Act 1961, the block of asset for the purpose of charging depreciation means. അപ്പോൾ ബ്ലോക്ക് ഓഫ് അസറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് PGBPയിൽ അല്ലേ. അപ്പോൾ PGBP പ്രകാരം അല്ലെങ്കിൽ ആ ഡിപ്രിസിയേഷൻ പ്രകാരം അതിൻ്റെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളതാണ്. അതിൻ്റെ മുന്നേ അപ്പോൾ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്താണ് നമുക്ക് നോക്കാം. Block of asset, section 2 subsection 11, income tax, the block of asset as a group of asset falling with a class of asset comprising intangible asset being building, machinery, plant or furniture, or intangible asset like know-how, patent, copyright, etc. in respect of with the same percentage of depreciation is prescribed. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സെയിം ക്ലാസ്സിലുള്ള അസറ്റ് സെയിം റേറ്റ് ഓഫ് പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ് എന്ന് വിളിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 മെഷീനറി ഉണ്ട്. മെഷീനറി 1, 2, 3. മെഷീനറി 1 10% ആണ്, മെഷീനറിക്ക് 5% ആണ് ഡിപ്രിസിയേഷൻ, മെഷീനറി 3ക്ക് 10% ആണ്. അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് ഓഫ് അസറ്റ് ഒരു ബ്ലോക്ക് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 3യും ഒരു ബ്ലോക്കാണ്. മെഷീനറി 1ഉം 3യും ഒരു ബ്ലോക്കാണ്. ബ്ലോക്ക് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെഷീനറി 2 ഒരു ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ മെഷീനറി 1ഉം 3യും ഒരു ബ്ലോക്കാണ്, മെഷീനറി 2 ഒരു വേറൊരു ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ സെയിം ക്ലാസ്സിലുള്ള അസറ്റ് സെയിം പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഓൾ ദോസ് അസെറ്റ് ടു വിച്ച് 1 റൈറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് അപ്ലിക്കബിൾ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the maximum amount of exemption of compensation received at the time of voluntary retirement under section 10 subsection 10C of the Income Tax Act 1961. നമുക്കറിയാം, ഓപ്ഷനിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ആൻസർ ഈസ് 5 lakh. ഓക്കെ, വോളണ്ടറി റിട്ടയർമെൻറ്റുമായിട്ട് മാക്സിമം ഡിഡക്ഷൻസ് എക്സംഷൻ കിട്ടുക 5 lakh ആണ്. അപ്പോൾ ഇവിടെ വോളണ്ടറി റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ തന്നെ കൂടെ ഗ്രാറ്റുറ്റി, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുണ്ട്. ഗ്രാറ്റുറ്റി, കമ്മ്യൂട്ടഡ് പെൻഷന്, അതുപോലെ പെൻഷൻ ഫണ്ട്, വോളണ്ടറി റിട്ടയർമെൻറ്റ്. ഓക്കെ, അപ്പം അതെല്ലാം പഠിക്കണം. അത് പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നത് നോക്കുക. ക്വസ്റ്റ്യൻസ് ഡീപ്പിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏത് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇവിടെ പഠിക്കുമ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടിട്ട് പെൻഷൻ ഫണ്ട് തന്നെ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് ഉണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഗ്രാറ്റുറ്റി ആണെന്നുണ്ടെങ്കിൽ കവേർഡ് അണ്ടർ ഗ്രാറ്റുറ്റി ആക്ടും നോട്ട് കവേർഡ്. കമ്മ്യൂട്ടഡ് പെൻഷൻ തന്നെ ഉണ്ട്, ഇഫ് ഗ്രാറ്റുറ്റി റിസീവ്ഡ്, ഇഫ് ഗ്രാറ്റുറ്റി നോട്ട് റിസീവ്ഡ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആൻസർ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following statement is not correct with the reference to the assessment of firm? Options നോക്കാം. All partnership firm formed under the Indian Partnership Act 1932 are assessed as a firms under the Income Tax Act 1961. Okay, second option, income of a firm is taxable at a flat rate of 30% without any exemptions. അപ്പോൾ ഇൻകം ടാക്സ് റേറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഫേമിനെ സംബന്ധിച്ചിടത്തോളം 30% ആണ്. നെക്സ്റ്റ്, പാർട്ണേഴ്സ് ഷെയർ ഇൻ ദി ഇൻകം ഓഫ് എ ഫേം ഇസ് നോട്ട് ചാർജബിൾ ടു ടാക്സ് ഇൻ ദി ഹാൻഡ് ഓഫ് പാർട്ണേഴ്സ്. അപ്പോൾ ഇത് ശരിയാണ്. സി, ഓപ്ഷൻ സി എന്താണ് ശരിയാണ് എന്ന് വെച്ചാൽ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്നുള്ള ഷെയർ പിന്നെ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനോ അല്ലെങ്കിൽ അതിൻ്റെ ഷെയറിനോ
പാർട്ണർ എന്ത് കൊടുക്കണ്ട, പാർട്ണറുടെ കയ്യിൽ നിന്ന് ടാക്സ് കൊടുക്കണ്ട. കാരണം ഓൾറെഡി പാർട്ണർഷിപ്പ് ഫേം തന്നെ ഒരു പേഴ്സൺ ആണ്, അത് ഓൾറെഡി ടാക്സ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും എന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ പാർട്ണേഴ്സ് ഇൻകം അല്ല, പാർട്ണർഷിപ്പ് ഫേമിൽ കിട്ടുന്ന ഇൻകത്തിന് വീണ്ടും പാർട്ണറുടെ കയ്യിൽ നിന്ന് ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ കറക്റ്റാണ്. റെമുനറേഷൻ പെയ്ഡ് ടു പാർട്ണേഴ്സ് ഓഫ് എ ഫേം is allowed as a deduction subject to statutory limited. Remuneration of a firm, remuneration paid to partners like section 40B. Section 40B-യിൽ remuneration to partners interest to partners ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതും ഒരു എക്സംഷൻ ഉണ്ട്, ഒരു സർട്ടൻ ലിമിറ്റ് വരെ എക്സംഷൻ കിട്ടും. അപ്പോൾ ഇത് മൂന്നും ശരിയാണ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ എ. എന്താണ് സെക്ഷൻ 40B എന്ന് നോക്കാം. സെക്ഷൻ 40B, റെമുനറേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ടു പാർട്ണേഴ്സ്. ഇപ്പോൾ ഫസ്റ്റ് വൺ റെമുനറേഷൻ ടു പാർട്ണേഴ്സ്. റെമുനറേഷൻ ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? സാലറി, ബോണസ്, കമ്മീഷൻ. അപ്പം അങ്ങനെ എന്ത് സാലറി ആയിട്ടോ ബോണസ് ആയിട്ടോ കമ്മീഷൻ ആയിട്ടോ പാർട്ണേഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ പാർട്ണേഴ്സ് വർക്കിംഗ് പാർട്ണർ ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞത് പ്രകാരമാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് എമൗണ്ട് വരെ എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും, ഡിഡക്ഷൻ കിട്ടും. അത് എക്സ്പെൻസ് ആയിട്ട് പാർട്ണർഷിപ്പ് ഫേമിന് റെമുനറേഷൻ ടു പാർട്ണേഴ്സ് എന്നിട്ട് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. ആ പാർട്ണേഴ്സിൻ്റെ എന്താ പറയുക, പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് ആയിട്ട് റെമുനറേഷൻ ടു പാർട്ണേഴ്സ് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതിൽ എത്ര എമൗണ്ടാണ് ഡിഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബുക്ക് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡിഡക്ഷൻസ് അലൗഡ്. ബുക്ക് പ്രോഫിറ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 1,50,000 വരെ എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. ബുക്ക് പ്രോഫിറ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് 3 lakhന് ബുക്ക് പ്രോഫിറ്റ് ഇപ്പോൾ 3 lakh ആണെന്ന് വിചാരിക്കുക. ബുക്ക് പ്രോഫിറ്റ് 3 lakh ആണെന്നെങ്കിൽ 1,50,000 അല്ലെങ്കിൽ 90% ബുക്ക് പ്രോഫിറ്റ് എന്ന് കിട്ടും. അതിൽ ഏതാണോ കൂടുതൽ അത് ഡിഡക്റ്റ് ചെയ്യാം. ഇനി ബുക്ക് പ്രോഫിറ്റ് 3 lakhൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് 3 lakhന് 1,50,000 ഓർ 90% ബുക്ക് പ്രോഫിറ്റ് വിച്ച് അവർ സൈർ എടുക്കുക. റിമൈനിങ് എത്രയാണോ പോർഷൻ അതിൻ്റെ 60% ബുക്ക് പ്രോഫിറ്റ് എന്ത് കിട്ടും? ഡിഡക്ഷൻസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ്. അപ്പോൾ സെക്ഷൻ 40B-യുമായി ബന്ധപ്പെട്ട് രണ്ടുണ്ട്, റെമുനറേഷൻ ടു പാർട്ണേഴ്സും ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സും. ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് വർക്കിംഗ് പാർട്ണേഴ്സിനും അതുപോലെ നോൺ വർക്കിംഗ് പാർട്ണേഴ്സിനും കൊടുത്താൽ ഡിഡക്റ്റ് ചെയ്യാം. അപ്പം റെമുനറേഷൻ പാർട്ണേഴ്സ് ആർക്ക് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ? വർക്കിംഗ് പാർട്ണേഴ്സിന്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് വർക്കിംഗ് പാർട്ണേഴ്സിനും നോൺ വർക്കിംഗ് പാർട്ണേഴ്സിനും അലൗഡ് ആണ്. പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ദി പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രകാരമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു പീരീഡ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഷുഡ് നോട്ട് എക്സീഡ് 12%. 12%-നേക്കാൾ കൂടാൻ പാടില്ല. 12%-നേക്കാൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണോ അത് ഡിസലൗഡ് ആണ്. എത്രയാണോ 12% മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് പാർട്ണേഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് എന്ന എക്സ്പെൻസ് 12% ഡിഡക്റ്റ് ചെയ്യാം. 12% വരെ എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് സെക്ഷൻ 40B-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സെക്ഷൻ 40B പാർട്ണർഷിപ്പ് ഫേമുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. ഏത് റെമുനറേഷൻ ടു പാർട്ണേഴ്സും ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ്, the due date of first installment of advance tax by assessee other than companies is 15th April, 15th June, 15th September, 15th December. അപ്പോൾ ഇവിടെ അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം ഇൻകം ഏൺ ചെയ്തതിന് ഈ വർഷം തന്നെ ടാക്സ് കൊടുക്കും. സാധാരണ ഈ വർഷം ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലാണ് നമ്മൾ അസസ്മെൻറ്റ് ചെയ്ത് ടാക്സ് കൊടുക്കുന്നത്. പക്ഷേ അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ ഈ സ്കീം എന്ന് കൂടി പറയും. പേ ആസ് യു ഏൺ സ്കീം. എത്രയാണോ ഈ വർഷം എത്രയാണോ ഏൺ ചെയ്തത് അതിന് ഈ വർഷം തന്നെ എന്ത് ചെയ്യുക? ടാക്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, അതും ഒന്ന് നോട്ട് ചെയ്താൽ ഉപകാരമാവും. പേ സ്കീം, പേ ആസ് യു ഏൺ, പേ ആസ് യു ഏൺ,
pay as you earn. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഈസ് 15th ജൂൺ ആണ്. അപ്പോൾ അഡ്വാൻസ് ടാക്സുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ് ടാക്സിൻ്റെ ഡ്യൂ ഡേറ്റ് ഓൺ ഓർ ബിഫോർ 15th ജൂൺ, ഓൺ ഓർ ബിഫോർ 15th ജൂൺ ആണെങ്കിൽ നോട്ട് ലെസ് ദാൻ 50% ഓഫ് ടാക്സ് ലയബിലിറ്റി, അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി ഓൺ ഓർ 15th ജൂൺ. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 15th ജൂൺ. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 15th സെപ്റ്റംബർ. അത് എത്രയാണ് കൊടുക്കേണ്ടത്? 45% ഓഫ് അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം, അതിൻ്റെ 40% എന്ത് ചെയ്യണം? കൊടുക്കണം. ഓൺ ഓർ ബിഫോർ 15th ഡിസംബർ ആണെന്നുണ്ടെങ്കിൽ 75% ഓഫ് അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി. ആൻഡ് ഓൺ ഓർ ബിഫോർ 15th മാർച്ച് 100% ഓഫ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഇതിൽ തന്നെ ഈ ഇൻസ്റ്റാൾമെൻറ്റ് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര പെർസെൻറ്റേജ് ആണ്? 15% ആണോ, അതല്ല 30% ആണല്ലോ. അപ്പോൾ ഈ പെർസെൻറ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. 45, 15, 45, 75 ആൻഡ് 100%. ഓക്കെ, അതിൽ 15 പിന്നെ 30 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? 30, 30, 25 അങ്ങനെ വെച്ചിട്ട് ആ പെർസെൻറ്റേജ് മാർച്ച് 15 ആകുമ്പോഴേക്കും 100% അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യണം? പേ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following item is not allowed as a deduction while computing income from business and profession? അപ്പോൾ ബിസിനസ് പ്രൊഫഷനുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻകം ഫ്രം PGBP അല്ലേ? അപ്പോൾ PGBPയുമായി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഡിഡക്റ്റബിൾ, താഴെ പറഞ്ഞാൽ ഏതാണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ലോസ് ഡ്യൂ ടു എംബസൽമെൻറ്റ് ഓഫ് എംപ്ലോയി ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എംപ്ലോയീസ് എന്തെങ്കിലും ചീറ്റ് ചെയ്തിട്ടുള്ള ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ലീഗൽ എക്സ്പെൻസ് പെയ്ഡ് ടു പ്രൊട്ടക്ട് ദ ബിൽഡിംഗ് ഓഫ് ദി ബിൽഡിംഗ് ഓഫ് ദി ബിസിനസ്സിൻ്റെ ബിൽഡിംഗ് അതുമായി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലീഗൽ എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ന്യൂ ടെലിഫോൺ അതും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, സർട്ടൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ഡിഡക്റ്റബിൾ ആണ്. ദെൻ ഫീസ് പെയ്ഡ് ടു ദ ലോയർ ഫോർ ഡ്രാഫ്റ്റിംഗ് പാർട്ണർഷിപ്പ് ഡീഡ് അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബ്ലോക്ക് ഓഫ് അസറ്റ്. അപ്പോൾ ബ്ലോക്ക് ഓഫ് അസറ്റ് പഠിക്കുമ്പോൾ ഡിപ്രിസിയേഷന് പഠിക്കുമ്പോൾ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ, അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ്റെ പെർസെൻറ്റേജ് ഏതിനൊക്കെ എത്ര പെർസെൻറ്റേജ് ആണ്. അപ്പോൾ മുന്നേ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഡിപ്രിസിയേഷൻ എന്നുള്ളത്. അപ്പോൾ ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ഏതിനൊക്കെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ബ്ലോക്ക് ഓഫ് അസറ്റ്, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻസ്. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താ പറയുക, വളണ്ടറി റിട്ടയർമെൻ്റ് ആണ്. അപ്പോൾ വളണ്ടറി റിട്ടയർമെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രാറ്റുറ്റി ഉണ്ട്, വളണ്ടറി റിട്ടയർമെൻറ്റ്, കമ്മ്യൂട്ടഡ് പെൻഷൻസ്, പെൻഷൻ ഫണ്ട്, അങ്ങനെയുള്ളതെല്ലാം കവർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെക്ഷൻ 40B പാർട്ണർഷിപ്പ് ഫേം. അപ്പോൾ സെക്ഷൻ 40B ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻസ് ആണ്. സെക്ഷൻ 40B is related to remuneration to partners and interest on capital of partners. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് അത് തറവായിട്ട് തന്നെ പഠിക്കാം. നെക്സ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സിന് വേറെ പേര് പറയുന്നതാണ് പേ സ്കീം, പേ ആസ് യു ഏൺ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഡ്യൂ ഡേറ്റും അതിൻ്റെ ഇൻട്രസ്റ്റ് ഡിഫാൾട്ട് വന്നായിട്ടുള്ള ഇൻട്രസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ആണ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടത് ഇൻസ്റ്റാൾമെൻറ്റിലായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നത് PGBPയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ PGBPയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അലൗഡ് എക്സ്പെൻസ് ഉണ്ട്, ഡിസലൗഡ് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അലൗഡ് എക്സ്പെൻസും ഡിസലൗഡ് എക്സ്പെൻസും ഒരു നമ്പർ ഓഫ് ലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാകും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതല്ല എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ വേണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത്
ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.